ഏക ദൈവത്തിന് സ്തുതി. കൂട്ടുകൂടുവാൻ കൊതിക്കുകയും എന്നാൽ കൂടുകളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു വിചിത്ര ജീവിതമാണ് മനുഷ്യരുടെ. ഒറ്റയ്ക്ക് വസിക്കുന്നവന് സ്വപ്നമാണ് കൂട്ട്. ജീവിതം ഒരുവനായി കരുതി വയ്ക്കുന്ന അനന്യമായ കരുണയുടെ പേരാണ് കൂട്ട്. ഏകാന്തത എന്ന കൊടിയ ശിക്ഷയെ കുറുകെ കടക്കുവാനുള്ള പാലമാണ് കൂട്ട്. 38 സംവത്സരം കുളക്കടവിൽ കിടന്ന മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. കാനയിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും കർത്താവ് കൂടെയുള്ളത് കൊണ്ടാണ്. കൂട്ടിൽ പരസ്പരം ആശ്വസിപ്പിക്കുന്ന 2 ആത്മാക്കളുണ്ട്. പക്ഷവാത രോഗി സൗഖ്യമാകുന്നത് കൂട്ടുകാരുടെ കൂട്ടുത്തരവാദിത്വ ബോധമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേലിയിറക്കവും പ്രളയവും ദാരിദ്ര്യവും എല്ലാം ഒരുപോലെ അറിയുന്നതാണ് കൂട്ട്. പക്ഷപാതക്കാരൻ്റെ കൂട്ടുകാരുടെ ആത്മാർത്ഥമായ സ്നേഹത്തെയാണ് കർത്താവ് മാനിക്കുന്നത്. എവിടെയൊക്കെ മനുഷ്യൻ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്നുവോ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സഹിത്വമുണ്ട്. ആരെയും ഒറ്റയ്ക്ക് വിടുന്നവനല്ല ക്രിസ്തു. കൂടെ പോകുന്നവനും കൂടെ ചേർക്കുന്നവനും കൂടെ ഇരിക്കുന്നവനുമാണ് ക്രിസ്തു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ പലരെയും മിസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഒരുപാട് പേർക്കിടയിൽ നിൽക്കുമ്പോഴും നിന്ന് തിരിയാൻ നേരമില്ലാത്തപ്പോഴും നാം ഒരാളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സൗഹൃദം. ചുരുക്കനിടയിൽ തിക്കുന്ന സമൂഹത്തിലും ക്രിസ്തു പലരെയും തിരികുന്നുണ്ട്. ചുങ്കക്കാരൻ സക്കായിയും രക്തസ്രാവം പിടിച്ച സ്ത്രീയുമൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ നോമ്പുകാലം കൂട്ടില്ലാത്തവർക്ക് കൂട്ടായി നമുക്ക് മാറാം. കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി സമൂഹത്തിന് നന്മയായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.